Hello and welcome back to another video on daily use ചെറിയ sentences. സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലീഷിൽ ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങളുണ്ട്. അതേപോലെ ഒരു കാര്യം പല രീതിയിലും പറയാവുന്നതാണ്. നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇംപ്രൂവ് ആകുവാനായി ഈ സെന്റൻസുകളെല്ലാം നല്ലവണ്ണം മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അവന് ഇത് അറിയുമോ? അവന് ഇത് അറിയുമോ? ഡസ് ഹി നോ ദിസ്? ഡസ് ഹി നോ ദിസ്? നോ ദിസ് എന്ന് പറഞ്ഞാൽ ഇത് അറിയുമോ? നീ അവന്റെ അടുക്കൽ പറഞ്ഞോ? നീ അവന്റെ അടുക്കൽ പറഞ്ഞോ? ഹാവ് യു ടോൾഡ് ഹിം? ഹാവ് യു ടോൾഡ് ഹിം? ടോൾഡ് എന്നത് ടെൽ എന്നതിന്റെ past tense ആണ്. അപ്പോ നീ അവന്റെ അടുത്ത് പറഞ്ഞോ? ഹാവ് യു ടോൾഡ് ഹിം? നീ അവന്റെ അടുക്കൽ ഇതുവരെയായും പറഞ്ഞില്ലേ? നീ അവന്റെ അടുക്കൽ ഇതുവരെയായും പറഞ്ഞില്ലേ? haven't you told him yet? haven't you told him yet? yet എന്ന് പറഞ്ഞാൽ ഇതുവരെയും. haven't you told him? നീ അവന്റെ അടുക്കൽ പറഞ്ഞില്ലേ? haven't you told him yet? ഇതിനെ തന്നെ നീ എന്തുകൊണ്ട് അവന്റെ അടുക്കൽ ഇതുവരെയായും പറഞ്ഞില്ല എന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് ഒരു why ചേർത്താൽ മതി. Why haven't you told him yet? നേരത്തെ നമ്മൾ haven't you told him yet എന്നാണ് ചോദിച്ചത്. ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് why haven't you told him yet? Why എന്തുകൊണ്ട് ഇതുവരെയായും അവന്റെ അടുക്കൽ നീ പറഞ്ഞില്ല? അവന്റെ പ്രതികരണം എന്തായിരിക്കും എന്ന് എനിക്ക് ഉറപ്പില്ല. അവന്റെ പ്രതികരണം എന്തായിരിക്കും എന്ന് എനിക്ക് ഉറപ്പില്ല. ഐ എം നോട്ട് ഷുവർ ഓഫ് ഹിസ് റിയാക്ഷൻ. പ്രതികരണം, റിയാക്ഷൻ. ഐ എം നോട്ട് ഷുവർ, എനിക്ക് ഉറപ്പില്ല. ഐ എം നോട്ട് ഷുവർ ഓഫ് ഹിസ് റിയാക്ഷൻ. അപ്പൊ നേരത്തെ നമ്മൾ വൈ ഹാവൻറ്റ് യു ടോൾഡ് ഹിം യെറ്റ്, ഇതുവരെയായും നീ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നതിന്റെ ഒരു മറുപടിയാണ് ഐ എം നോട്ട് ഷുവർ ഓഫ് ഹിസ് റിയാക്ഷൻ. അത് ഇനി ഒരിക്കലും പറയരുത്. അത് ഇനി ഒരിക്കലും പറയരുത്. നെവർ സേ ദാറ്റ് അഗെയിൻ. നെവർ, ഒരിക്കലും സേ ദാറ്റ് അഗെയിൻ. നീ അവളെ വിളിക്കാൻ ശ്രമിച്ചോ? നീ അവളെ വിളിക്കാൻ ശ്രമിച്ചോ? ഹാവ് യു ട്രൈഡ് റിംഗിങ് ഹെർ? ഹാവ് യു ട്രൈഡ് റിംഗിങ് ഹെർ? റിംഗിങ് എന്ന് പറഞ്ഞാൽ ഫോണിൽ വിളിക്കുക. അപ്പൊ അതിനെ റിംഗിങ്ങിന് പകരം നമുക്ക് വേണമെങ്കിൽ ഹാവ് യു ട്രൈഡ് കോളിംഗ് ഹെർ, അങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ. അവന് മിണ്ടാട്ടമില്ലാതായി. അവന് മിണ്ടാട്ടമില്ലാതായി. ഹി വാസ് സ്പീച്ച്ലെസ്. ഹി വാസ് സ്പീച്ച്ലെസ്. സ്പീച്ച്ലെസ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ, അതായത് വാക്കുകളൊന്നുമില്ല. ഹി വാസ് സ്പീച്ച്ലെസ്. ഇതിനെ തന്നെ നമുക്ക് ഹി വാസ് ഡം ഫൗണ്ടഡ് അങ്ങനെ പറയാം. അതായത് സ്പീച്ച്ലെസ് എന്ന വാക്കിന് പകരമായി നമുക്ക് ഡം ഫൗണ്ടഡ് എന്ന വാക്ക് ഉപയോഗിക്കാം. ഡം ഫൗണ്ടഡ് എന്ന് പറഞ്ഞാൽ വാ തുറന്ന് നിൽക്കുക, അല്ലെങ്കിൽ അന്താളിച്ച് നിൽക്കുക, ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പോ അവൻ ഒന്നും പറയാൻ വയ്യാതെ അന്താളിച്ചു നിന്നു, അതായത് മിണ്ടാട്ടമില്ലാതെ നിന്നു എന്ന് പറയണം. ഹി സ്റ്റുഡ് there dumbfounded. He stood there dumbfounded, അല്ലെങ്കിൽ he stood there speechless. stood എന്ന് പറയുന്നത് സ്റ്റാൻഡ് എന്നതിന്റെ past tense ആണ്. അപ്പോ അവൻ ഒന്നും പറയാൻ വയ്യാതെ dumbfounded ആയി നിന്നു, അല്ലെങ്കിൽ സ്പീച്ച്ലെസ് ആയി നിന്നു. dumbfounded എന്ന വാക്കില് ഒരു ബി വരുന്നുണ്ട്, പക്ഷെ അത് സൈലന്റ് ആണ്. അപ്പൊ ഡംബ് ഫൗണ്ടഡ് എന്ന് പറയാൻ പാടില്ല, ബി സൈലന്റ് ആയിരിക്കണം. ഡംഫൗണ്ടഡ്, ഡംഫൗണ്ടഡ്. എനിക്ക് നിന്നോട് ഒരു സ്വകാര്യം പറയുവാനുണ്ട്. എനിക്ക് നിന്നോട് ഒരു സ്വകാര്യം പറയുവാനുണ്ട്. ഐ ഹാവ് എ സീക്രറ്റ് ടു ടെൽ യു. ഐ ഹാവ് എ സീക്രറ്റ് ടു ടെൽ യു. സ്വകാര്യം എന്ന് പറയുമ്പോൾ സീക്രറ്റ്. ഐ ഹാവ് എ സീക്രറ്റ്, എനിക്കൊരു സ്വകാര്യമുണ്ട്. ടു ടെൽ യു, നിന്നോട് പറയുവാൻ. നീ എത്ര സമയമെടുക്കും? നീ എത്ര സമയമെടുക്കും? ഹൗ ലോങ് വിൽ യു ടേക്ക്? ഹൗ ലോങ് വിൽ യു ടേക്ക്. ഇവിടെ ലോങ് എന്നത് നീളം എന്ന അർത്ഥമല്ല. ഹൗ ലോങ് വിൽ യു ടേക്ക്. ഹൗ ലോങ് എന്നത് എത്ര സമയം എന്ന മീനിങ് ആണ്. ഹൗ ലോങ് വിൽ യു ടേക്ക്. നീ എത്ര സമയമാകും? നീ എത്ര സമയമാകും. അതായത് നമ്മൾ വളരെ ഇൻഫോർമലും കാഷ്വൽ ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കാറുള്ളതാണ്, നീ എത്ര സമയമാകും? ഹൗ ലോങ് വിൽ യു ബി? ഹൗ ലോങ് വിൽ യു ബി. നേരത്തെ നമ്മൾ ഹൗ ലോങ് വിൽ യു ടേക്ക്, എത്ര സമയം എടുക്കും. ഇവിടെ ഹൗ ലോങ് വിൽ യു ബി, നീ എത്ര സമയമാകും. ഇനി അതിൽ കാര്യമില്ല. ഇനി അതിൽ കാര്യമില്ല. ഇറ്റ് ഡസൻറ്റ് മാറ്റർ എനിമോർ. ഇറ്റ് ഡസൻറ്റ് മാറ്റർ എനിമോർ. ഡസൻറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ കാര്യമില്ല. എനിമോർ, ഇനി അങ്ങോട്ട്, അല്ലെങ്കിൽ ഇനി മുതൽ, അല്ലെങ്കിൽ ഇനി അതിൽ കാര്യമില്ല. ഇറ്റ് ഡസൻറ്റ് മാറ്റർ എനിമോർ.
അപ്പോൾ ഇന്നത്തെ ലെസൺ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സെന്റൻസസ് നിങ്ങൾ മനസ്സിലാക്കി അത് പലതവണ കേട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.